അപ്പൊ ഗൈസ് മീൻ പിടിക്കാൻ വന്നായിരുന്നു. അപ്പോൾ മീനൊക്കെ പിടിച്ചു കഴിഞ്ഞു. മീൻ എവിടെ നിന്ന് പിടിച്ചെന്ന് പറയൂ, വീടിന്റെ തൊട്ട് ഫ്രണ്ടില് കനാലല്ല, അത് ചെറിയൊരു ചാല്. വീടിന്റെ തൊട്ട് ഫ്രണ്ടില് ചെറിയൊരു ചാല്, അതിന്റെ അകത്താണ് ഇത്രയും വലിയ വലിയ മീനൊക്കെ. ഞാൻ ശരിക്കും വിചാരിച്ചില്ല കേട്ടോ ഇത്രയും വലിയ മീനൊക്കെ കിട്ടുമെന്ന്. മീൻ പിടിക്കുന്ന സ്ഥലത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ചാലില്ലേ, ആ ചാലിലാണ് മീൻ പിടിക്കണെന്നാട്ടാ പറഞ്ഞ. നോക്കാട്ടോ, എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഈ ചാലിൻ്റെ ഉള്ളിൽ വലിയ മീൻ ഉണ്ടാവുന്നത്. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ ഉണ്ട്, വലുതുണ്ടോന്ന് അറിയില്ല. വലിയ മീനുണ്ടോ? ഇതിന്റെ അടിയിൽ വലിയ മീനുണ്ടെന്ന് പറയുന്നത്. പക്ഷെ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ കാണുന്നുണ്ട്, വലുത് കാണാനില്ല. നോക്കാം. വന്നതും വലിയൊരു മീൻ. വന്നിറങ്ങിയില്ല, അപ്പോഴത്തേക്ക് ഒരെണ്ണം കിട്ടിയില്ലേ. വലുത് ചൂണ്ടിടാൻ റെഡിയാക്കുവാണ്. ചൂണ്ടിടാൻ പോകും. വലിയ ബ്രാലുണ്ടല്ലേ. നമ്മുടെ കൂടെ അമ്മാമ്മയും കൂടെ വന്നിട്ടുണ്ട്. പോയിട്ടോ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചേട്ടന്മാര് ഇവിടെ എന്താ ചെയ്യുന്നത് നോക്കാം. കിട്ടിയോ? ചൂണ്ടിട്ട് പിടിച്ചു കുട്ടി. ഇവിടെ ചൂണ്ടിട്ട് ചെറുതായിട്ട് കിട്ടിയേ. ഇത് വലുതോ? ഈ മീൻ വലുതോ? പൂച്ചക്ക് കൊടുത്തോ? ഓടാ പറക്കാം നമുക്ക്. ഇതാ ഇല്ല അല്ല പൂച്ചക്ക് കൊടുക്കാൻ. ആ പ്രിങ്കു പോയി കഴിച്ചു. പ്രിങ്കുനെ കൊടുക്കണില്ല കേട്ടാ. ഏതാ ഏട്ടാ? കരിമീനാണോ? ചേട്ടാ ഇതാണോ പിടിച്ചേ? ഇത് കരിപ്പിടിയാണ്. ഇത് ഉണ്ടോ? ഇത് പൊന്തി വരുന്നുണ്ട്. ഇത് കുത്തുന്ന പറയുന്നത്. കിട്ടിയോ? അതുകൊണ്ടാണ് ഞാൻ തൊടാത്തെ. നല്ല അത്യാവശ്യം എന്റെ കൈ അടുത്ത് വെച്ച് നോക്കിയറിയാം എത്ര വലുതാ. കണ്ടോ, അത്യാവശ്യം വലിയ മീനാ. അങ്ങനത്തെ സ്ഥലത്തെ മീനുണ്ടാവും. ഞാനും ചേട്ടൻ്റെ കൂടെ ചൂണ്ടിടാൻ പോണേ. അഖിൽ ചേട്ടനെ കിട്ടുന്നത്. ഇതും നല്ല അത്യാവശ്യം വലുതാണല്ലോ. അഖിൽ ചേട്ടനെ രണ്ടാമത്തെ അഖിൽ ചേട്ടൻ ഈ പ്രൗഡ് മൊമെന്റിൽ എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഇത് ലക്കില് കിട്ടിയതാണോ അതോ ശരിക്കും മീൻ പിടിക്കാൻ അറിയൂ? ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. താടിക്ക് നീ പിടിക്കുക, പീടിക്ക്. ഞാൻ പാമ്പിന്റെ കൂട്ടത്തിൽ അങ്ങോട്ട് കുരുങ്ങു മീനെ. ഗൈസ് ഞാൻ പിടിച്ചു. കുട്ടി വ്ളോഗ്സ് അങ്ങനെ സാധിച്ചു ഗൈസ്. ദേ കിട്ടി. ഞാൻ ചൂണ്ടിട്ട് പിടിച്ച്. കണ്ടാ
1/2 കിലോ കൈസ്, ഒന്നും പറഞ്ഞില്ല. 1/2 കിലോ ഒന്നുമില്ല, എന്റെ കൈ കണ്ടറിയാം കേട്ടോ. എന്റെ കൈന്റെ അളവുള്ളൂ. ഞാൻ ട്രൈ ചെയ്ത് ഒപ്പിനല്ലാണ്ട് നമുക്ക് നോക്കാം. വീണ്ടും ഇവിടെ തന്നെ ഇടുവാണേ. എനിക്ക് വീണ്ടും മീൻ അടിക്കും തോന്നുന്നു ഗൈസ്. ഞാൻ ഇവിടെ ചുമ്മാ ഇട്ടതാട്ടാ, നോക്കണം വലിച്ചുകൊണ്ട് അങ്ങനെ പോണു. ഞാൻ ശ്രദ്ധിച്ചില്ല, പിന്നെ അങ്ങനെ ചുമ്മാ പിടിച്ച് ഇങ്ങനെ വലിക്കുന്ന കണ്ടപ്പോൾ പിടിച്ചിങ്ങനെ വലിച്ചതാ. പക്ഷെ ഇപ്രാവശ്യം വലിച്ചപ്പോൾ മീൻ കിട്ടിയില്ല, വെറുതെ വലിച്ചു നോക്കിയതാണ്. പക്ഷെ ഇവിടെ മീൻ കിട്ടുമെന്ന് എനിക്ക്. ഓ, രണ്ടാമത്തെ അഖിൽ ചേട്ടാ ഗൈസ്. ഇത് ഒറ്റ വീഡിയോ ഞാൻ വീണ്ടും വീണ്ടും കാണിക്കുന്നതല്ല. ഈ മീനിനെ കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഇത് വേറെ മീനാണ്. സോ കുട്ടി വ്ളോഗ്സ് വിഷയം ഗൈസ്. അത് വേറെ ഒന്നല്ല, ഞാൻ ഇത്ര നേരം പൊടോ ഇയാൾ ക്രെഡിറ്റ് എടുക്കാൻ നോക്കല്ലേ. ഇത്ര നേരം ഞാൻ ഗൈസ് ഞാൻ ഒരു പ്രാവശ്യം എരി ഇട്ടിട്ടുള്ളേ. എരി ഒന്നും ഇടാണ്ട് വെറുതെ ഇടുവാണ്. അതിൽ എരിയില്ല കേട്ടോ, ഞാൻ വെറുതെ ഇടുക. ഗൈസ് കണ്ട, കുട്ടി വ്ളോഗ്സ് ചുമ്മാ ട്രൈ ചെയ്താലും കിട്ടും. ഈ നമ്മുടെ കുളത്തിൽ കുടുങ്ങാത്ത മീനുണ്ടാ. പിന്നെ ഞങ്ങളൊക്കെ മീൻ പിടിക്കണത്. മൂന്നാമത്തെ എടുത്ത് ചാക്കിലേക്ക് ഗൈസ്. കുട്ടി വ്ളോഗ്സ് മൂന്നാമത്തെ കേട്ടോ. ഒന്നും പറയാനില്ല, വിഷയം എന്ന് പറഞ്ഞ വിഷയം. ചേട്ടാ ഒരു കാര്യം ചെയ്താൽ മതി, എന്താണെന്നറിയോ? എൻ്റെ പുറകിൽ നിൽക്കുക, മീൻ ഇതുപോലെ എടുത്ത് കവറിലിടുക. ഓക്കെ? ശരിക്കും ഒന്നും പറയുന്നത് പടപടേന്ന് 3 എണ്ണം അടിച്ച്. അവിടെ ഒരു മീൻ ചാടി കളിക്കുന്നുണ്ട്, കിട്ടുമെന്നറിയില്ല, നോക്കാം. എനിക്ക് തോന്നുന്ന അടുത്തത് കിട്ടുമെന്നാണ് എൻ്റെ ബലമായ സംശയം. കിട്ടിയെന്നാണ് ഗൈസ്. 4മത്തെ അവിടെ ഒന്നുമില്ല, അതാണ് ഞാൻ പിടിച്ചത്. ഇങ്ങ് വരും ഗൈസ്. 4മത്തെ കേട്ടോ. ഞാൻ പിടിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയി കാണും. സോ 4മത്തെ മീനാണ്. കറക്റ്റ് ആ ചാടനോട് ഇട്ട് പിടിക്കുക, മീനൊന്ന് കാണാൻ കിട്ടുക. ആ ഗൈസ് 5മത്തെ കൊത്തിയിട്ടില്ല. ഒന്നുകൂടെ കൊത്തട്ടെ, എന്നിട്ട് നമുക്ക് പിടിച്ച് പിടിക്കാം. കൊത്തി കിട്ടിയില്ല ഗൈസ്. ഈ മീൻ പിടിച്ചത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടാ. പക്ഷെ സാധനം ഞാൻ തന്നെ പിടിച്ചു. 6മത്തെ മീനാണ്. വിഷയമായിട്ട് പിടിച്ചു. എനിക്കിത് പേടിയോ. ഒരു കയ്യിൽ വീഡിയോ എടുത്തിട്ട് എങ്ങനെ വീട്ടിലൊന്നും. 6മത്തെയാണ് വിഷയം. അപ്പോൾ അങ്ങനെ ഞാൻ മീൻ പിടിക്കാൻ പഠിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ല അതെനിക്ക് കിട്ടുമെന്ന്. ഞാനതെടുത്തു. നല്ല അത്യാവശ്യം വലുത് കേട്ടോ. ഗൈസ് അപ്പോൾ ഇത് നമ്മുടെ 8മത്തെ മീനാണ്. ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ് എടുത്തിരിക്കും ഗൈസ്, ഒന്നും പറയുന്നില്ല. വിഷയം 8മത്തെ മീനാണ്. പിടിച്ചാ? ആ ഇത് 8മത്തെയാണ്. കണ്ടോ ഗൈസ്, ആ കൈൻ്റെ വലിപ്പത്തിലുള്ള മീനാണ് കേട്ടോ ഞാൻ പിടിച്ചത്. വിഷയം ഗൈസ്. അതൊന്ന് ഊരി തരൂ. ഞാൻ ഈ മീൻ പിടിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഒരു 10-20 മിനിറ്റ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ ഗൈസ്. അപ്പോൾ വന്നപ്പോൾ തൊട്ട് ചൂണ്ടിടാൻ തുടങ്ങിയ ആൾക്ക് വെറും 2 എണ്ണം കിട്ടിയിട്ടുള്ളൂ. പിന്നെ പുള്ളി നിരാശനായിട്ട് ഗെയിം കളിക്കാൻ പോയി. സോ ഇവിടെ തന്നെ ചാടണ്ടേ? അവിടെ തന്നെ ഇടാം. എവിടെ ചാടുന്നു നമ്മൾ അവിടെ ഇടും. നമുക്ക് അവിടെ നിന്ന് മീൻ കിട്ടുകയും ചെയ്യും അല്ലേ? വലിക്കാറായിട്ടില്ല, കൊത്തനേ ഉള്ളൂ. അയ്യേ, 9മത്തെ മീൻ ചെറിയൊരു പരലായിപ്പോയി. 9മത്തെ മീൻ കിട്ടുമെന്നാണ് എൻ്റെ വിചാരം, എൻ്റെ പ്രതീക്ഷ. കിട്ടി ഗൈസ്, 9മത്തെ മീൻ കിട്ടി ഗൈസ്. ഒന്നും പറയുന്നില്ല, നമ്മൾ വിഷയം. 9മത്തെ മീനും കിട്ടി ഗൈസ്. അങ്ങനെ നമുക്ക് സക്സസ്ഫുള്ളി. A few moments later. ഗൈസ് അങ്ങനെ നമുക്ക് 10മത്തെ മീനും കൂടി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 10മത്തെ മീനും കൂടി പിടിച്ചു ഗൈസ്. ഒന്നും പറയാനില്ല ഗൈസ്. ഇത് പൂച്ചയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് പിടിച്ചാണ്. അപ്പോൾ ഇത് പൂച്ചയ്ക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നു. ഭയങ്കര കുഞ്ഞതാ ഇത്. പിടിക്കില്ല. നമ്മൾ പൂച്ചയ്ക്ക് മീൻ കിട്ടി. ഇപ്പം എനിക്ക് കിട്ടുന്നില്ല. ഇപ്പം എനിക്ക് കിട്ടും.
നല്ല വിശ്വാസമുണ്ട് എനിക്കിപ്പോൾ മീൻ കിട്ടും. ഗൈസ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മീൻ കിട്ടുമെന്ന്. അയ്യോ 11ാമത്തെ ഗൈസ്, ചേട്ടാ ആ ചേട്ടാ ഗൈസ് 11ാമത്തെ മീൻ ഇപ്പൊ പോയേട്ടാ. പക്ഷെ ഞാൻ ചവിട്ടി പിടിച്ചു കണ്ട. ഇവിടെയൊക്കെ ഇളകുണ്ട്. ഞാൻ ഇപ്പൊ ഇട്ടാക്കണ സ്ഥലമില്ലേ, ഇവിടെയൊക്കെ ഇളകുണ്ട്. മീൻ കൊത്തണില്ല. കൊത്തുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇട്ടേക്കണം. എത്ര കിട്ടി ചേട്ടാ മീൻ? ഗൈസ് എൻ്റെ അതേ 12ാമത്തെ മീനാണ് ഇത്. ഞാൻ പറഞ്ഞില്ലേ ഇത് എൻ്റെ കണ്ടന്റാണ്. 12ാമത്തെ മീൻ ഗൈസ്, ഒന്നും പറയാനില്ല. ഗൈസ് ഇത് ഞാൻ മീൻ പിടിക്കാത്ത 12ാമത്തെ മീനാണ്. പോവാണോ? ഇത് മൊത്തമായിട്ട് പിടിച്ചില്ലല്ലോ. അപ്പൊ ഇന്നത്തെ മീൻപിടുത്തം എത്ര ഉള്ളൂ എന്നാ പറഞ്ഞേ. അപ്പൊ ഇനി നാളെ വരാം. ഇതിന്റെ മൂന്ന് കൈസ് ഒന്നും പറയാനില്ല, ഫുള്ളായിട്ട് വേർത്ത്. ഓക്കെ, അപ്പോൾ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട വിഷയം കൈസ്. ഇതിന്റെ മൂന്ന് ഞാൻ ശരിക്കും വിചാരിച്ചിട്ടുണ്ടോ 12 മീനിനെ കിട്ടി. വിഷയം എന്ന് പറഞ്ഞ വിഷയം എല്ലാം പടപടത്തിനായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നാളെയും വരും എന്നാണ് പറഞ്ഞത്. നാളെയും വരുവാണെങ്കിൽ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഞാൻ ഇടാം. അപ്പോൾ പാർട്ട് 2 കാണാൻ ആരും മറക്കല്ലേ. ഓക്കെ, ടാറ്റാ.